കോഴിക്കോട് പോലീസ് പരിശോധനയ്ക്കിടെ ഷാനിദ് എന്ന യുവാവ് MDMA പാക്കറ്റുകൾക്ക് പുറമെ കഞ്ചാവ് പാക്കറ്റും വിഴുങ്ങിയെന്ന് ഡോക്ടേഴ്സിന് സംശയം. മരിച്ച ഷാനിദ് 3 പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. ഇതിൽ 2 പാക്കറ്റിൽ MDMA ആണ്, 1 പാക്കറ്റിൽ കഞ്ചാവ് എന്നാണ് സംശയം. മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഉടൻ നടക്കും. ഇൻക്വസ്റ്റ് നടപടി തുടങ്ങിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇയാൾ കഞ്ചാവും ഒക്കെ ഇതെല്ലാം ഇയാൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെയൊക്കെ തെളിവുകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? തീർച്ചയായും അനുജ, പ്രാഥമികമായി അത്തരമൊരു സംശയത്തിലേക്കാണ് ഡോക്ടേഴ്സ് നീങ്ങുന്നത്. ഷാനിദിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിനൊടുവിലാണ് എങ്ങനെയാണ് ഷാനിദിന്റെ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇതിൽ ഷാനിദിന് ഇങ്ങനെയൊരു താൻ MDMA വിഴുങ്ങിയെന്ന് പോലീസിനോട് പറയുന്നു. തുടർന്ന് പോലീസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നു. എൻഡോസ്കോപ്പി ഉൾപ്പെടെയുള്ളവയ്ക്ക് ഈ ഷാനിദിനെ വിധേയമാക്കുന്നു. ഇതിനുശേഷം വന്ന പരിശോധനാ ഫലത്തിലാണ് ഇയാൾ 3 പാക്കറ്റുകൾ വിഴുങ്ങി എന്നുള്ളൊരു കണ്ടെത്തലുണ്ടാകുന്നത്. അതിൽ 1 പാക്കറ്റിൽ ഇല പോലുള്ള വസ്തുവാണുള്ളത്. ഇത് കഞ്ചാവാണ് എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കൂടി നിലവിൽ എത്തുന്നുണ്ട്. ഒപ്പം മറ്റു 2 പാക്കറ്റുകളിലാണ് ചില തരി പോലെയുള്ള സാധനങ്ങളുള്ളത്. ഇത് MDMA ആണ്. ഇങ്ങനെയൊരു കണ്ടെത്തൽ കൂടി നിലവിൽ ഈ സ്കാനിംഗ് റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ ശരീരത്തിനകത്തേക്ക് ചെന്ന കവറുകൾ വയറ്റിനകത്ത് വെച്ച് പൊട്ടുന്നു. അങ്ങനെ MDMA ശരീരത്തിൽ കലർന്നതാണോ ഇയാളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ഒരു വ്യക്തത വരിക. ശരീരത്തിൽ അല്പം ഒരു തരി MDMA ചെന്നാൽ തന്നെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 കവർ MDMA ഇയാളുടെ ശരീരത്തിൽ എത്തിയെങ്കിൽ അത് ഇയാളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു പ്രാഥമികമായ നിഗമനം പോലീസിനുണ്ട്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാകും മറ്റ് കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് താമരശ്ശേരി പോലീസ് കടക്കുകയും ചെയ്യുക. നിലവിൽ പേരാമ്പ്ര പോലീസിനാണ് ഈ കേസിന്റെ പേരാമ്പ്ര DYSPക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഇതിൽ ഇയാളുടെ മറ്റ് ലഹരി ഇടപാടുകളൊക്കെ പോലീസ് അന്വേഷണ വിധേയമാക്കും. ഇയാളുടെ ബന്ധുക്കളെ ഉൾപ്പെടെ പോലീസ് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷാനിദ് 3 പാക്കറ്റ് വിഴുങ്ങിയിട്ടുണ്ട് എന്ന സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്. അതിൽ 2 പാക്കറ്റ് MDMA, 1 കഞ്ചാവ് പാക്കറ്റാണോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയാണ്.